ആൺകോയ്മയുടെ അരാജക സാഹചര്യങ്ങളെ സ്മാർത്ഥ വിചാരത്തിലൂടെ പുറം ലോകത്തെത്തിച്ച് കേരളത്തിലെ ആദ്യത്തെ വിപ്ലവ വനിതയായിരുന്നു കുറിയേടത്ത് ധാത്രി. കുറിയേടത്ത് ധാത്രി ജനിച്ച പാലക്കാട് ജില്ലയിലെ ആറങ്ങോട്ടുകര കൽപ്പകശ്ശേരിയിലും തൃശൂർ ജില്ലയിലെ ചെമ്പന്തിട്ടയിലെ കുറിയേടത്തും ന്യൂസ് 18 പ്രതിനിധികൾ നടത്തിയ യാത്ര കാണാം. 100 വർഷം മുമ്പ് നടന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഥയല്ല, ചരിത്രമാണ്. സ്മാർത്ഥ വിചാരവും താത്രിക്കുട്ടിയുമെല്ലാം നിറഞ്ഞു നിന്ന കാലം. കുറിയേടത്ത് താത്രി ജനിച്ച കൽപ്പകശ്ശേരി ഇല്ലം ഇവിടെയായിരുന്നു. പിന്നീട് അവരെ കുറിയേടത്തേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുപോയി. അതിനുശേഷമാണ് സംഭവബഹുലമായ സ്മാർത്ഥ വിചാരം നടക്കുന്നത്. ആ വഴികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. കുറിയേടത്ത് താത്രി, ആ പേരിനെ പുതിയ കാലവുമായി ബന്ധിപ്പിക്കാൻ സ്മാർത്ഥ വിചാരത്തിന് കഴിഞ്ഞു. 9ാം വയസ്സിൽ മൂസാംപൂരിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങി. 27 വയസ്സിനിടയിൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ 64 പുരുഷന്മാരെക്കുറിച്ചായിരുന്നു താത്രിയുടെ തുറന്നു പറച്ചിൽ. 65ാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്മാർത്ഥ വിചാരം നിർത്തിവെക്കാൻ കൊച്ചി രാജാവ് ഉത്തരവിട്ടു. അതാരായിരുന്നുവെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. തന്റെ വഴിവിട്ട ജീവിതത്തിന് കാരണക്കാരായവരെ കുറ്റമൊഴിയിലൂടെ നിയമത്തിന് മുന്നിലെത്തിച്ച ധീരയായിട്ടാണ് താത്രിയെ മലയാള നാട് കാണുന്നത്. 1905 കൊച്ചി രാജാവിന്റെ നേതൃത്വത്തിലായിരുന്നു സ്മാർത്ഥ വിചാരം. അന്ന് താത്രിക്ക് വയസ്സ് 27. നാടുകടത്തപ്പെട്ട കുറിയേടത്ത് സാവിത്രി അഥവാ താത്രിക്ക് പിന്നീട് എന്തു സംഭവിച്ചു? കുറിയേടത്ത് താത്രി ജനിച്ചത് ആറങ്ങോട്ടുകരയാണ്, കൽപ്പകശ്ശേരി ഇല്ലത്താണ്. അവർ വളരെ ചെറുപ്പത്തിൽ, പൊതുവെ ഇവർ ഈ കൽപ്പകശ്ശേരി ഇല്ലെന്ന് പറയുന്നത് ഒരു അത്ര സമ്പന്നമായിട്ടുള്ള കുടുംബമല്ല. കുറച്ച് ഈ അമ്പലത്തിൽ ശാന്തി കൊണ്ട് മാത്രം, അന്ന് ശാന്തി എന്ന് പറഞ്ഞാൽ അത്ര ഒരു സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണർ ചെയ്യുന്ന ഒരു സാധനമല്ല. അപ്പോൾ അവർ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവരുടെ സ്മാർത്ഥ വിചാര രേഖ കൊച്ചിൻ ആർക്കൈവ്സിൽ ഉണ്ട്. അതിൽ പറയുന്നത് ഒരു കാര്യം എന്താ വെച്ചാൽ 9 വയസ്സിൽ അവർ ഈ കുറിയേടത്തടുത്ത് ചെമ്മന്തിട്ട അമ്പലത്തിൽ വാരം ഇരിക്കുക എന്ന് പറയും. നമ്പൂരിമാർക്ക് സദ്യ കൊടുക്കുന്ന കുറേ ചടങ്ങുകളുള്ള വാരം എന്ന് പറയും. ആ വാരത്തിന് 12 ദിവസം വാരത്തിന് പോയപ്പോൾ അവർ പറയുന്നത് ഒരു ശരീരത്തിന് പ്രായത്തിനേക്കാൾ കവിഞ്ഞ് വളർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന സംസാരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറിയേടത്ത് താത്രി ജനിച്ചു വളർന്ന ആനങ്ങോട്ടുകരയിലെ കൽപ്പകശ്ശേരിയിലാണ് ഞങ്ങൾ ആദ്യം പോയത്. ദേശമംഗലത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ നിന്ന് 200 മീറ്റർ നടന്നാൽ കൽപ്പകശ്ശേരി ഇല്ലപ്പറമ്പിലെത്താം. ഒറ്റമുലയുള്ള ഒരു ദേവിയുടെ വിഗ്രഹമുണ്ടായിരുന്നു ഇല്ലപ്പറമ്പിൽ. സാവിത്രിക്കല്ലെന്നാണ് പ്രദേശവാസികൾ ഇതിനെ വിളിക്കുന്നത്. ഇല്ലത്തിന് തീ കൊടുത്ത് താത്രിയുടെ കുടുംബം നാടുവിട്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. അവരിവിടെ താമസിച്ചിരുന്നു. അങ്ങനെ താമസിച്ചായപ്പോഴാണ് ഈ താത്രി പലരുമായിട്ട് നമുക്കുണ്ടായി. അപ്പം ആകെ നാണക്കേട് സഹിക്കാൻ വയ്യാതായിട്ട് അച്ഛനാണോ അമ്മാവനാണോ എനിക്കത്ര ഓർമ്മയില്ല. അവർ ഒരു ശാലഗ്രാമം ഉണ്ടായിരുന്നു. ആ ശാലഗ്രാമം മാത്രം ഒരു മുണ്ടിൽ പൊതിഞ്ഞ്, ഒരു എണത്തോളത്തിൽ പൊതിഞ്ഞ് അത് മാത്രം കയ്യിലെടുത്തു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഒരു കിണറുണ്ടാക്കാൻ കിണറ്റിൽ കിട്ടുമെന്നാണ് പറയണത്. ഇല്ലപ്പറമ്പിന് എതിർവശത്തുള്ള കാർത്തിയായനി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു താത്രിയുടെ പിതാവ് കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്. താത്രിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കൽപ്പകശ്ശേരിയും പഴയ മലബാർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. തൊട്ടുമുന്നിലെ കാർത്തിയായനി ക്ഷേത്രം കൊച്ചി രാജ്യത്തിന്റെ അധീനതയിലും. ഈ പ്രദേശങ്ങൾ ഇപ്പോൾ പാലക്കാട്, തൃശൂർ ജില്ലകളായി നിലകൊള്ളുന്നു. അവര് ആ ഭാഗത്ത് അങ്ങേ സൈഡിലാണ് താമസം. അവരുടെ മന ഉണ്ടായിരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ഇവിടെ ശാന്തി കഴിക്കണം. ബന്ധം എന്ന് വെച്ചാൽ അവര് എന്താണ് അതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇതറിയില്ല. മുത്തശ്ശമ്മക്ക് ഇവിടെ തന്നെയായിരുന്നു എന്നാണ്. കുറിയേടത്ത് താത്രി ഓടിക്കളിച്ച ഇല്ലപ്പറമ്പും ക്ഷേത്രവും കഷ്ടിച്ച് 6 കിലോമീറ്റർ അപ്പുറം നിള വിശാലമായി ഒഴുകുന്നുണ്ട്.
താത്രിയെ വിവാഹം ചെയ്തു കൊണ്ടുപോയ കുറിയേടത്തേക്കായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്ര. നെല്ലുവായി ചെമ്മന്തിട്ടയിലായിരുന്നു കുറിയേടത്തെ തറവാട്. ആറങ്ങോട്ടുകരയിൽ നിന്ന് 45 മിനിറ്റ് യാത്ര ചെയ്യണം ചെമ്മന്തിട്ടയിലെത്താൻ. ഇപ്പോഴത്തെ തൃശൂർ ജില്ല. താത്രി സ്ഥിരമായി സന്ദർശനം നടത്തിയിരുന്നതെന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം പഴമ ഒട്ടും ചോരാതെ അതേപടി നിലനിർത്തിയിരിക്കുന്നത് കാണാം. കുറിയേടത്ത് തറവാടുണ്ടായിരുന്ന സ്ഥലം കൈമറിഞ്ഞ് മറ്റാരുടെയോ കയ്യിലെത്തി. ഇല്ലം നിലനിന്നിരുന്ന സ്ഥലം തോട്ടവും റോഡുമൊക്കെയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. കുറിയേടത്ത് താത്രി എന്ന് പറയുന്നത് എല്ലാറ്റിനോടും പ്രണയമുണ്ടായിരുന്ന, കലകളോട്, കഥകളിയോട് ഭയങ്കര ഭ്രമമായിരുന്നു, ചെണ്ടനോട് ഭ്രമമായിരുന്നു, മോഹിനിയാട്ടത്തിനോട് ഭ്രമമായിരുന്നു, ആനക്കമ്പുണ്ടായിരുന്നു, ജ്യോതിഷക്കമ്പുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല. പക്ഷെ അന്നത്തെ ഒരു കാലത്തൊരു നമ്പൂരിക്കുട്ടിക്ക് എഴുതാനും വായിക്കാനും കൂടി പോകാൻ പറ്റാത്തൊരു കാലത്താണ് ഈ ഭ്രമങ്ങൾ എന്നുള്ളത് അവർക്കൊരു വിനയായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അവരതിനൊക്കെ വേണ്ടി അങ്ങനെ ഒരു തരം ജീവിതത്തിനോടുള്ള ഒരു ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്ത്രീക്ക് അക്കാലത്ത് ജീവിക്കുക എന്നുള്ളത് വലിയ എളുപ്പമൊന്നുമല്ലായിരുന്നു. അത് മുഴുവൻ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. അതീവ സുന്ദരിയായിരുന്ന താത്രിയെ അധികാരമുള്ള നമ്പൂതിരിമാരും നായന്മാരും വാര്യന്മാരും മാരാന്മാരും രതികാമനകളിൽ തളച്ചിട്ടതിന്റെ ചരിത്രം പറയുന്ന നിരവധി പുസ്തകങ്ങൾ പിൽക്കാലത്ത് ഇറങ്ങി. തന്നിലേക്കെത്തിയ പുരുഷകേസരികളെ സ്മാർത്ത വിചാരത്തിലൂടെ അവൾ നിയമത്തിന് മുമ്പിലെത്തിച്ചു. അങ്ങനെ 64 പുരുഷന്മാരും താത്രിയും ഭ്രഷ്ട് കൽപ്പിച്ച് നാടുകടത്തപ്പെട്ടു. ഭർത്താവിന്റെ കൽപ്പനകൾ ആശ്രയിച്ച് ജീവിക്കേണ്ടവളെന്ന തിട്ടൂരം മറികടന്ന് സവർണ പുരുഷന്മാരുടെ മേധാവിത്വത്തിന്റെ അടിത്തറ ഇളക്കിയ ആ നമ്പൂതിരിക്കൊപ്പമായിരുന്നു ചരിത്രത്തിന്റെ പ്രയാണം. ചാലക്കുടിയിലെത്തിയ താത്രി മതം മാറി ക്രൈസ്തവ വിശ്വാസിയെ വിവാഹം കഴിച്ചെന്നും 3 കുട്ടികളുണ്ടായെന്നും 80 വയസ്സുവരെ തമിഴ്നാട്ടിൽ ജീവിച്ചെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. തന്റെ മുത്തശ്ശിയായിരുന്നു കുറിയേടത്ത് താത്രി എന്ന് ഒരു അഭിമുഖത്തിൽ നടി ഷീല വെളിപ്പെടുത്തിയെങ്കിലും പിന്നീട് നിഷേധിക്കുകയായിരുന്നു. കുറിയേടത്ത് താത്രി ഒരു മിത്തായിരുന്നെന്ന് സ്ഥാപിക്കാനായിരുന്നു ബ്രാഹ്മണ്യ ശക്തികളുടെ ശ്രമം. അവർ ചരിത്ര നായികയായിരുന്നു എന്നതിന്റെ തെളിവുകൾ എറണാകുളം ആർക്കൈവ്സിൽ ഇപ്പോഴുമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. കേരള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വത്തിനെതിരെ ആദ്യത്തെ പ്രഹരം സമ്മാനിച്ചത് കുറിയേടത്ത് താത്രി തന്നെയാണ്. പ്രണയവും രതിയുമായിരുന്നില്ല, മറിച്ച് നോവായിരുന്നു പലപ്പോഴും കുറിയേടത്ത് താത്രിക്ക് കൂട്ടുണ്ടായിരുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.